ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കൃഷികളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്കൊരു ഫസ്റ്റ് ചാനലുണ്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, കൃഷി ലവേഴ്സ് എന്നാണ്. അപ്പം ഞാൻ അതിനകത്തും കൂടുതൽ കൃഷിയുടെ വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇതിനകത്ത് ഒരു ചെറിയ കൃഷിയുടെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കൃഷിസ്ഥലം എന്ന് പറഞ്ഞാൽ. വീടിൻ്റെ ഫ്രണ്ട് വശത്താണ് കൂടുതലും കൃഷി ചെയ്യുന്നത്, കാരണം ഇവിടെയാണ് നമുക്ക് കൂടുതൽ വെയിലുള്ളത്. പിന്നെ ഇതൊക്കെ നമ്മുടെ വെണ്ടത്തൈകളാണ്, ഹൈബ്രിഡ് വെണ്ടയാണ്. ഇതെല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നടുന്നത്, ഇതെന്തൊക്കെ വളം കൊടുക്കണം എന്നൊക്കെ ഉള്ളത് ഞാൻ ഫസ്റ്റ് ചാനൽ ഈ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക. അപ്പോൾ ഇതെല്ലാം അന്ന് നട്ടതാണ് കേട്ടോ, കുഞ്ഞ് തൈയായിട്ട് ഞാൻ തന്നെ പാകി കിളിപ്പിച്ച് നട്ടതാണ്. അപ്പോൾ അതെല്ലാം കായായി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയാണ് കൂടുതലും കൃഷിയുള്ളത്. നമ്മുടെ ഈ ഒരു കിണറിൻ്റെ താഴ്വശം ഇവിടെ നല്ല വെയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഇടയ്ക്കെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പയറും പടവലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഫസ്റ്റ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് ഒരു കോവൽ മാത്രമാണ്. അപ്പോൾ അത് കുഞ്ഞതായിട്ടൊന്ന് കയറി വരുന്നുണ്ട്. ബാക്കി ഇവിടെ വഴുതനയുണ്ട്. നമുക്ക് വഴുതന എന്ന് പറഞ്ഞാൽ ഉണ്ട വഴുതനയാണ്. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. ഇത് മീൻ മസാലയൊക്കെ ഇട്ട് വറുത്ത് കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതൊന്ന് പോയി വന്നതായിരുന്നു. പിന്നെ ഞാൻ കഞ്ഞിവെള്ളം ഉപയോഗിച്ചുള്ള കീടനാശിനിയൊക്കെ തളിച്ച് കൊടുത്തിട്ടാണ് റെഡിയായി വന്നത്. പിന്നെ ഇത് വയലറ്റ് ഉണ്ടമുളകാണ്. ഇത് കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് ഉണ്ടമുളക് മേടിച്ചപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് പാകി നോക്കിയതാണ്. അപ്പോൾ എല്ലാം കിളിച്ചു വന്നു. അങ്ങനെ ഒരു മൂട് നമുക്കുണ്ടായിരുന്നു കേട്ടോ. അത് ഏകദേശം ഒന്ന് പോവാറായെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അതിൽ നിന്ന് പാകി കിളിപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു തൈകളെല്ലാം. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞ് ചട്ടിയിലാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ചെറിയൊരു മുരടിപ്പുണ്ട്, അതിനി കുറച്ചുകൂടെ ഒന്ന് മാറ്റി വെക്കണം. ഇത് നമ്മുടെ സെറ എന്ന് പറഞ്ഞിട്ടുള്ള പച്ചമുളകും, ഇതും ഈ ഇടയ്ക്കെല്ലാം നട്ടതായിരുന്നു കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിനകത്തൊരു കുറച്ച് വയലറ്റ് ഷെയ്ഡുണ്ട്. അത് ഈ ഉണ്ടമുളകിൽ നിന്ന് പരാഗണം നടന്നതാണ്. അപ്പോൾ അതിനിയും പച്ചമുളക് ഇനി വയലറ്റ് ആവുമോ എന്നറിയില്ല. എന്തായാലും നമുക്കിവിടെ വെള്ളക്കാന്താരി ഉണ്ട് കേട്ടോ ആ ഒരു സൈഡിലായിട്ട്. പിന്നെ ഇത് നമ്മുടെ പച്ചച്ചീരയാണ്. പച്ചച്ചീരയൊക്കെ ഇവിടെ ഞാൻ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേയൊക്കെ പിഴുത് കളഞ്ഞു. അപ്പോൾ ഇത് ഇപ്പം അരിയാവുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിനിയും നന്നായിട്ട് ഉണങ്ങിയൊക്കെ വരുന്ന സമയത്ത് ഇനി അത് കട്ട് ചെയ്തൊക്കെ നമുക്ക് ശേഖരിക്കണം. അപ്പം ഞാനൊന്ന് നോക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് അവിടെ എന്തോ ഒരു ചെറിയൊരു അനക്കം കേട്ടോ കേട്ടോ. ഇവിടെ കുഞ്ഞു കുഞ്ഞു പാമ്പുകളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, ശംഖുവരേനും ഒക്കെ. അപ്പോൾ അതാണ്. പിന്നെ ഇത് വെള്ളക്കാന്താരിയാണ്. വെള്ളക്കാന്താരി അടിപൊളിയാണ്. നമുക്ക് പച്ചമുളകൊന്നും കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതൊക്കെ തോരനകത്തും ഒക്കെ ഇട്ടാൽ നല്ല എരിവുണ്ട്. പിന്നെ ഉപ്പൊക്കെ ഇട്ട് വെക്കാനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. വെള്ളക്കാന്താരി അച്ചാറും ഒക്കെ സൂപ്പറല്ലേ. അപ്പോൾ ഇത് അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. ഈ ചൂട് സമയത്ത് ഇവരെല്ലാം പെട്ടെന്ന് അങ്ങ് നശിച്ചു പോവും. പിന്നെയാണ് എല്ലാം ഒന്ന് റെഡിയായി വരുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള വയലറ്റ് ഉണ്ടമുളക്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴാണ് കേട്ടോ കണ്ടത്, ദേഹിനകത്ത് ഒരെണ്ണം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ അരി ഭാഗ്യെല്ലാം കിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുണ്ട്. പിന്നെ ഇത് പച്ചക്കാന്താരിയാണ്. പച്ചക്കാന്താരി നമുക്കിവിടെ നമ്മുടെ വീട്ടിൽ കാന്താരിയുടെ ഇത് കുറഞ്ഞപ്പോൾ ചുമ്മാ ഒരു ഗ്രോ ബാഗിൽ കൊണ്ട് വെച്ചാണ്. അത് പച്ച കളർ കാന്താരി വെള്ളക്കാന്താരിയുടെ അടുത്ത് വന്നപ്പോൾ അത് മഞ്ഞയായി. പിന്നെ ഇത് നമ്മുടെ കുറച്ച് മഞ്ഞൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മഞ്ഞൾ പറിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് ചാനൽ നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മുഴുവനും മഞ്ഞളായിരുന്നു. മഞ്ഞൾ പറിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മളവിടെ ചീരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടു വെക്കും. ഇപ്രാവശ്യം നമ്മൾ പറിക്കാത്തത് കൊണ്ട് തന്നെ മഴ പെയ്തപ്പോൾ എല്ലാം വളർന്നു. പിന്നെ നമ്മുടെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ പറഞ്ഞില്ലേ കോവൽ കണ്ടില്ല ആ ഒരു ഗ്രോ ബാഗിൽ. അപ്പോൾ കോവൽ 3 രീതിയിൽ കൃഷി ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഫസ്റ്റ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ആ വീഡിയോ ഒന്ന് കയറി കാണുക, എന്നിട്ട് കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ ഇപ്രാവശ്യം നമുക്ക് 3 ചേനയാണുള്ളത്. അതിൽ ഒരു ചേനയാണ് ഈ നിലത്ത് നട്ടിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് ദേണ്ട കുറച്ച് ചേമ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇതെല്ലാം വിളവെടുക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ചേമ്പ് കൃഷി എന്ന് പറഞ്ഞാൽ വിവാദമാണ് കേട്ടോ. അത് നിങ്ങൾ എൻ്റെ ആ ഒരു ഫസ്റ്റ് ചാനൽ ഒരു പോപ്പുലറായിട്ടുള്ള വീഡിയോ ഉണ്ട് ചേമ്പിൻ്റെ, അതൊന്ന് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ കോവയ്ക്ക് കുഞ്ഞു കുഞ്ഞതായിട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തണ്ട് നമ്മൾ കൃഷിഭവനിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് നാടൻ കോവലാണ്, ഉണ്ട കോവലാണ്. ഇതിനൊരു പ്രത്യേകത, ഇത് ഇഷ്ടമുള്ള സ്ഥലത്തോട്ടേ പടർന്നു കയറത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇത് തക്കാളി വഴുതനയാണ്. അപ്പോൾ ഇത് നല്ല ട്രെൻഡിങ് ആയ സമയത്തൊക്കെ നമ്മൾ പലരോടും ഇതിൻ്റെ തൈയൊക്കെ ചോദിച്ചിട്ട് ആരും തന്നിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ കൃഷിഭവനിലൊക്കെ വന്ന സമയത്ത് നമ്മൾ കൊണ്ട് നട്ടു. ഇത് നമുക്ക് ഒടിച്ച് വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാം, അരി മാത്രമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ അങ്ങനെ തൈയൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് പലതരത്തിലുള്ള വഴുതനങ്ങയാണ്. ഇത് കുറച്ചുകൂടെ നീളമുള്ള സൈസ് വഴുതനങ്ങയാണ്, ഉണ്ട വെറൈറ്റിയാണ്. ഇത് നമ്മുടെ വേറൊരു തരം വഴുതനയാണ്. നല്ല രസമില്ലേ കാണാനായിട്ട്. ഇതൊക്കെ നമ്മൾ കടയിലൊക്കെ ചെന്നാൽ കാണത്തില്ല, അതേ ടൈപ്പൊക്കെ തന്നെയാണ്. നിങ്ങൾ അടുത്തുള്ള കൃഷിഭവനിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. പലതരത്തിലുള്ള തൈകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പിന്നെ അല്ലാതെ ഇപ്പം കുറേ ഹൈബ്രിഡ് വിത്തുകളുമൊക്കെ എല്ലാവരും എന്താ പറയുക കുറേ ഷോപ്പിലൊക്കെ ഇങ്ങനെ ഞാൻ കാണാറുണ്ട്. നിങ്ങളും അങ്ങനെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ.
ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഞാൻ ഈ കൃഷിഭവനിലൊക്കെ ഈ നമ്മൾ വഴുതന നമ്മുടെ വീട്ടിലെല്ലാം നശിച്ചു പോകുമ്പം എന്തെങ്കിലും മേടിക്കാൻ ചെല്ലുന്ന സമയത്ത് എന്തായാലും കിട്ടുന്നത് ഓരോരോ വെറൈറ്റി വഴുതനയുടെ തൈയാണ് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം കിട്ടിയതാണ്. ഇത് നട്ടിട്ട് അധിക സമയമൊന്നും ആയിട്ടില്ല. പക്ഷേ ഇത് കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് കായ്കളെല്ലാം ആയി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് കടയിൽ നിന്നൊക്കെ നമ്മൾ കാണത്തില്ലേ, അതുപോലെയൊക്കെ ഉള്ള വഴുതനങ്ങ തന്നെയാണ് ഇത്. നല്ല വയലറ്റ് കളറുള്ള വഴുതനയാണ് ഇത്. ഞാൻ ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത്. അധികം വലിയ വളങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ ആ ചാനലൊക്കെ കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും, വലിയ ഇതൊന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ എന്തെങ്കിലും സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുക്കും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെയുള്ള കൃഷികളും സംഭവങ്ങളും ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായോ? കൃഷി അറിയാവുന്നവർക്കൊക്കെ അറിയായിരിക്കും. മധുരച്ചീനി അല്ലെങ്കിൽ എന്താ പറയുക, മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഇത്. നമ്മൾ ഒരിക്കൽ വീട്ടിൽ പുഴുങ്ങാൻ മേടിച്ച സമയത്ത് ഇതിൻ്റെ ഒരു കുഞ്ഞു തണ്ടല്ല, അതിങ്ങനെ ചെത്തിക്കളയുമല്ലോ, അത് ആ വേസ്റ്റ് കിടന്ന് കിളിച്ചിട്ട് വന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ തണ്ടിങ്ങനെ ഒടിച്ചൊടിച്ച് ഇവിടെ എല്ലാം കുറേ ഗ്രോ ബാഗും ചാക്കും എല്ലാം വെറുതെ കിടക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് കൊണ്ടങ്ങ് ഇട്ട് വെച്ചു. അതവിടെ കിടന്ന് കിളിച്ചു. അങ്ങനെ ദേ വന്നതാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെറുകിഴങ്ങ് നട്ടതാണ്. ആ ഒരു വീഡിയോ ഒക്കെ ഫസ്റ്റ് ചാനൽ അത്യാവശ്യം ഒരു നന്നായിട്ട് വ്യൂസ് കയറി വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു ചാക്കിലൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു സംഭവം സ്വീറ്റ് പൊട്ടറ്റോ ഇതുപോലെ നട്ട് വെച്ചത്. അപ്പോൾ അത് ഉണ്ടാവുമെന്ന് അറിയില്ല, അത് ആയി വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മുടെ കൂവയാണ് കേട്ടോ, വെള്ളക്കൂവ. അപ്പോൾ നാടൻ കൂവ ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് മഞ്ഞ കളർ കണ്ടോ ഇതിൻ്റെ അറ്റത്ത്, ഇത് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് ചെടിയായിട്ടൊക്കെ വീട്ടിൽ നടാനായിട്ടാണെങ്കിലും അടിപൊളിയാണ്. ചുവട്ടിൽ നിന്ന് എനിക്ക് കിഴങ്ങും കിട്ടും, സൂപ്പറല്ലേ. ഇതിനകത്ത് ധാരാളമായിട്ട് കാൽസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. ഇപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും നമുക്ക് കലക്കിയൊക്കെ കൊടുക്കാം. ക്ഷീണമൊക്കെ മാറാൻ അടിപൊളിയാണിത്. ചൂട് സമയത്തും കഴിക്കാം. കൊച്ചു കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ടാലും അടിപൊളി സംഭവമാണ് കേട്ടോ ഇത്. ഇതാണ് നാടൻ കൂവ എന്ന് പറഞ്ഞാൽ. നാടൻ കൂവ അല്ലെങ്കിൽ നീലക്കൂവ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കളറ് നിങ്ങൾ കണ്ടില്ലേ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് കണ്ടോ, കുറച്ചുകൂടെ ഒരു വലിപ്പമുള്ളതല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇതൊരു കറുപ്പ് കലർന്നിട്ടുള്ള നീല കളറാണ് ഇതിനകത്ത് വരുന്നത്, ഒരു കരിനീല കളറ്. അങ്ങനെയാണ് ഇത് നീലക്കൂവയാണോ എന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിത്ത് നോക്കുമ്പോൾ അതിനകത്തൊരു നീല കളറ് കാണും. അപ്പോൾ ഇത് ഉണങ്ങിയൊക്കെ വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിതിൻ്റെ ഫസ്റ്റ് ചാനലുണ്ടല്ലോ, ഈ നീലക്കൂവ അല്ലെങ്കിൽ മാങ്ങ, ഇഞ്ചി, പലതരത്തിലുള്ള കൂവ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കയറി ഒന്ന് വാച്ച് ചെയ്താലും മതി. കൃഷി ലവേഴ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. പിന്നെ നമ്മുടെ ഇത് നമ്മുടെ ചേന, ബാക്കി 2 ചേന നമ്മൾ ചാക്കിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ 3 ചേനയാണ് ഇപ്രാവശ്യം നട്ടിട്ടുള്ളത്. അപ്പം ചേനയ്ക്കും അതുപോലെ തന്നെ ഇഞ്ചിക്കും ഒക്കെ മഴക്കാലത്ത് എന്തൊക്കെ വളങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ചാനലിൽ ലേറ്റസ്റ്റായിട്ട് പുതിയതായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് കയറി നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് വളർന്നും വരുന്നുണ്ട് കേട്ടോ. ഇതിനൊന്നും വലിയ വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. ഇടയ്ക്കൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ ഒരു വീട്ടിൽ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുമെന്നറിയോ. നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ബോറടിച്ചിരിക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്താൽ മതിയാവും. നമുക്കത് നമ്മുടെ അടുക്കളയിലേക്കും കുറേ പച്ചക്കറികളും സംഭവങ്ങളും ഒക്കെ ആവും. അങ്ങനെയൊക്കെ ഈ ഒരു പറമ്പിലൊക്കെ നിൽക്കുന്ന ഈ ഒരു ഇലയൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ പറിച്ചിട്ട് കൃഷിക്കകത്തൊക്കെ ഉപയോഗിക്കും. ഇത് മറ്റേ അമ്പുംകുടം പൂ ഉണ്ടല്ലോ, ഇത് ജസ്റ്റിൻ്റെ ഭംഗി കണ്ടപ്പം ഞാനൊന്ന് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഈ കൃഷി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഫസ്റ്റ് ചാനൽ കൃഷി ലവേഴ്സ് എന്നാണ് പേര്. അപ്പോൾ അതൊന്ന് കയറി വാച്ച് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏകദേശം എല്ലാ കൃഷിയുടെയും വീഡിയോസ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പലരും എന്നോട് പറയാറുള്ളത് അവർക്കെല്ലാം യൂസ്ഫുൾ ആവുന്നു, കുറേ പേർക്ക് കൃഷിയൊക്കെ അതിനകത്തോട്ട് ചെയ്യാനായിട്ടൊരു താല്പര്യം വരുന്നു, ഒരു മോട്ടിവേഷൻ ആവുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. പിന്നെ ഇത് നമ്മുടെ കുറ്റിക്കുരുമുളകാണ്. ഫസ്റ്റ് ചാനലിൽ ഞാനിതിനൊക്കെ എങ്ങനെയാണ് വളങ്ങൾ നൽകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാവരുടെയും വീട്ടിൽ വേണ്ട ഒരു സാധനമാണ്. നമ്മൾ ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടിയതാണ് കേട്ടോ ഇത്. ഈ ഒരു മൂട് മാത്രമാണ് വെയിൽ വന്നപ്പം ഉണങ്ങിപ്പോയത്. പിന്നെ ഇത് ഞാൻ അതിനകത്തുനിന്ന് തന്നെ ഒരു കമ്പ് ഒടിച്ച് നട്ടതാണ് കേട്ടോ. ഇതെന്തായാലും കിളിച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെ വെയിലത്തെല്ലാം പോയതായിരുന്നു. നമ്മളന്നേരം കുറച്ച് തണലത്തോട്ട് മാറ്റി. ഇത് തണലും വേണം, കുറച്ച് വെയിലും വേണം. അങ്ങനെയാണ് ഈ കുറ്റിക്കുരുമുളക് ഉണ്ടാകുന്നത് കേട്ടോ. ഫുള്ള് വെയിലായി കഴിഞ്ഞാൽ ഫുള്ള് കരിഞ്ഞു പോവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. അപ്പോൾ ഇത് അത്യാവശ്യം തിരികളൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെയിലത്തോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കെയറൊക്കെയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അതൊക്കെ ആ ഒരു ഡീറ്റെയിൽഡായിട്ട് വീഡിയോയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കൃഷി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കാം. പിന്നെ എൻ്റെ ഫസ്റ്റ് ചാനൽ നിങ്ങളൊന്ന് കയറി നോക്കുക, അതിനകത്തും കുറേ വീഡിയോസൊക്കെ ഉണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഇതുവരെ കണ്ടതിന് നന്ദി.